ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചിട്ടൊരു മന്തി ഉണ്ടാക്കി. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ പൊതുവേ ചിക്കന്, ബീഫ്, മട്ടനൊക്കെ വെച്ചിട്ടല്ലേ മന്തി ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോയിട്ട് മൊത്തമായിട്ടൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, ആവശ്യമുള്ള ചെമ്മീൻ എടുക്കുക. പിന്നെ ഒരു 3-4 ഏലക്കായ, പട്ട, ഗ്രാമ്പ്, ഒരു 1/4 ടീസ്പൂണുള്ള ചെറിയ ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ ചിക്കൻ്റെ മാഗി ക്യൂബ് അത് ഒന്നേ എടുത്തിട്ടുള്ളേ, ഒന്ന് മതി. പിന്നെ മന്തി മസാലപ്പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇതാ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കുറച്ച് കൂടുതലായാൽ പ്രശ്നമില്ല, നമുക്ക് ഇതിലേക്ക് ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ച് എടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പോളം ബീൻസും അതുപോലെ തന്നെ 1/4 കപ്പോളം സവാള അരിഞ്ഞതും. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണേ. പുതിന ഇല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റോളം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ. ഇങ്ങനെ ചെയ്ത ശേഷം മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. അപ്പോഴൊക്കെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ, 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വേവായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ മന്തി ഉണ്ടാക്കുന്നത് കൊണ്ട് റൈസ് ഫുള്ളായിട്ട് കുക്കായി വരണേ. നമ്മൾ മട്ടന്, ബീഫ്, ചിക്കൻ പോലെയല്ല, ഇത് ചെമ്മീനായതുകൊണ്ട് ഫുള്ളായിട്ട് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് നമുക്കിനി കുക്കാക്കി എടുക്കണം. അത്യാവശ്യം ഫ്ലെയിമൊക്കെ കുറച്ച് കൊടുക്കണേ. അപ്പോൾ ചെമ്മീൻ കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ചെമ്മീനല്ലേ. നമുക്കിനി ദമ്മിടുമ്പം അതിൽ കുറച്ചും കൂടി കുക്കായി വരും. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ റൈസും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് തട്ടി കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയ ശേഷം നമുക്ക് വേണ്ടുന്നത്ര പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കും. ഞാനിപ്പോൾ 2 പച്ചമുളകേ കുത്തി കൊടുക്കുന്നുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്, പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കണ്ടേ, അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മാക്സിമം ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ദമ്മിട്ട് വെക്കുക. 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെമ്മീൻ്റെ മന്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.